ഹലോ ഗൈസ്, ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൈസി മ്യൂസിയത്തിലാണ് ഗൈസ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ആ ആ ആ ആ ആ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിളക്ക് മരത്തിന്റെ രൂപത്തിൽ ഈ കാണുന്നതാണ്. ഈ കാണുന്ന രൂപത്തിൽ ചെയ്തിരിക്കുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. പിന്നീട് മരം വളർന്ന് വന്നിട്ട് അത് കവർ ചെയ്ത് പോവുക ചെയ്തത്. 90 വരെ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പുരാതത്വ ഏറ്റെടുത്തിട്ടാണ് ഇപ്പൊ കാണുന്ന ഇന്ത്യൻ സ്മാരകവും മ്യൂസിയം പറഞ്ഞത്. ഇതെല്ലാം ഈ കാണുന്നതെല്ലാം കേരളത്തിലെ പുരാതത്വത്തിന് കീഴിലുള്ള മ്യൂസിയങ്ങളുടെ ഫോട്ടോസ് അല്ലേ? ഇതെല്ലാം മ്യൂസിയത്തിലുള്ള ഫോട്ടോസ് ഗൈസ്. മാനം ഫോട്ടോസ് ഉണ്ട്. അടുത്തേലൊക്കെ പോകണം ഗൈസ്. ഇനി നേരിട്ടുള്ള കുറെ ചരിത്രം ഗൈസ് എഴുതി വെച്ചിട്ടുണ്ട്. ചരിത്രം ഉണ്ട്. ഒന്നും വായിച്ചു തീർക്കാനുള്ള ഇല്ലിപ്പോ ഗൈസ്. ഇതാണ് മ്യൂസിയത്തിലുള്ള രേഖകളാണ്. ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അദ്ദേഹം ചെയ്ത കുറ്റവും കാര്യങ്ങളും എഴുതി അഡ്രസ് എല്ലാം എഴുതിയിട്ട് അദ്ദേഹത്തിന് ജയിലിൽ അടക്കുന്നതിന് മുന്നേ ഇപ്പത്തെ സിമ്പിളായി പറഞ്ഞ ഇപ്പത്തെ FIR പോലെ എഴുതി വെച്ചിരുന്ന രേഖകളാണ്. രേഖകള് ഇത് മൊത്തം അല്ലേ? ഇത് ഉപയോഗിച്ച അത്രയും കാലം കുഴപ്പമുണ്ടാവില്ല. ഇതെല്ലാം മോളായി കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അന്ന് അവരുണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ കൊണ്ട് ഇന്നത്തെ ഡ്രൈവേഴ്സ് ഈ വാളല്ലോ, വാള് ആ കാലഘട്ടത്തിലാണ്. ഈ വാള് പഴയ പഴശ്ശിരാജ ഉപയോഗിച്ചതാന്ന് പറഞ്ഞിട്ട് നല്ല പഴക്കുണ്ടാവും അല്ലേ? ഒരു ഗോത്രക്കാരെ അറിയാം. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് പറയാൻ കേട്ടത്. കണ്ടമാനം സാധനങ്ങളുണ്ട് ഇവിടെ. പണ്ട് കാലത്ത് ഉപയോഗിച്ചത് പഴയ ഓട് മേഞ്ഞ വീട്, അതുപോലെ തന്നെ കുറേ ഉണ്ട്. മീൻ പിടിക്കാനുള്ള സംവിധാനം കാര്യങ്ങളും പണ്ട് കാലത്തുള്ള ഓരോരോ ഇതാണ് ഗൈസ് കാണുന്നത്. നെല്ല് കുത്തുന്നതായതുകൊണ്ട് പണ്ടത്തെ ഓരോ ആചാരങ്ങളും ഇതാണ് കാണണ്ട. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഓരോരോ പൈസക്ക് ഓരോരോ ഉപയോഗിച്ചതാണ് കാണുന്നത്. മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ് ഗൈസ്. മൺകലം എന്ന് പറയുക. ഇതും മൺകലം ആയിട്ട് ബന്ധപ്പെട്ടാണ്. കാലടി ഗൈസ്, കാലടീൻ്റെ ഒരു ഇതുണ്ട് കാണുന്നു. ഓരോരോ ഇത് ഇപ്പോൾ ഉണ്ട് ഇവിടെ കാണാന്. ഇതാണ് പൈസി ഒന്നല്ല ഇത് കാണാൻ പറ്റുക. ഞാനിപ്പോൾ ഉള്ളത് ഏതല്ല, അത് നേരെ മുമ്പിലേക്ക് എല്ലാം വരുമ്പോൾ ഇതുപോലത്തെ കുറേ ഇംഗ്ലീഷിൽ എഴുതി വെച്ച ഇതുണ്ട്. ഇന്നിപ്പം വായിക്കലാണ്. പിന്നെ ഇത് പണ്ടത്തെ കല്ലാന്ന് തോന്നുന്നു ഗൈസ്. കുറേ കാലം മുമ്പ് കല്ലാന്ന് തോന്നുന്നുണ്ട്. എഴുത്തെല്ലാം മാഞ്ഞു പോയി. എഴുതി വെച്ച് മാഞ്ഞു പോയിരുന്നു. ഇതാ കല്ലുമ്മിന് ഉള്ള ഇത് രൂപം അങ്ങനെ കണ്ടമാനം രൂപം ഇവിടെ ഉണ്ട് ഗൈസ്. കണ്ടമാനം രൂപം മനുഷ്യരൂപം ആയാലും പൈസ കാലഘട്ടത്തിൽ വന്നെയാണ് പറഞ്ഞു കേട്ടത്. നേരെ ഇപ്പം എടുത്തൊക്കെ ചെല്ലുമ്പോൾ വീഡിയോ അതുപോലെ തന്നെ പഴയ നാണയങ്ങൾ 1 രൂപ
ഇതിലുള്ള കാണാം ഇപ്പുറം. അതുപോലെ തന്നെ ഇപ്പുറം വന്നാലും കാണാം. അതുപോലെ നാണയങ്ങൾ നേർക്ക് തിരിയുന്നില്ല, അതിനെ പറ്റിയിട്ടുള്ള അറിവില്ല. ഇപ്പുറം വരുമ്പോൾ അതന്നെ എല്ലാം ₹1 ₹2 കോയിൻ, പണ്ടത്തെ ₹2 ഉണ്ട്, 5 പൈസ, അങ്ങനെ കുറേ ഉണ്ട് പണ്ടത്തെ കാര്യങ്ങൾ. പണ്ടത്തെ ഒരു പൈസയും കാര്യങ്ങളും ₹1 കോയിനാണ് ഇതെല്ലാം കാണുന്നത്. ഇതിനെ പറ്റിയിട്ടൊന്ന് അതിൻ്റെ ചെറിയ കല്ല് പോലെയാണ് ഗൈസ് കാണുന്നത്. കറിയെങ്കിൽ പറ. നീ അടുത്തതിലേക്ക് പോയി. എൻട്രി ഇവിടെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോയേക്കാം. അടുത്ത ഏട്ടനടുത്തൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗൈസ് പോയോക്കട്ടെ. നമുക്കൊരു പൈസീൻ്റെ കുടീരം കാണാൻ, കല്ലറ അടിച്ച് കല്ലറാണ്. ഇവിടെ പോവാ. എന്നാലും അങ്ങോട്ട് പോയാക്കണ്ടേ. കുഴപ്പമില്ല. ഇതെന്നാ ഏട്ടാ അടക്കം ചെയ്തല്ലേ? അടക്കം ചെയ്ത് പെർമിഷൻ കൊടുത്തിട്ട് അടക്കം ചെയ്യാൻ ഒരു സ്ഥലം കൊടുക്കുക. അപ്പൊ അങ്ങനെയാണ് ഇദ്ദേഹം ഇവിടെ ദഹിപ്പിച്ചിട്ട് ഇവിടെ ഒരു സ്മാരകം പോലെ അന്ന് പണിതാണ് ഈ കല്ലുകൊണ്ടുള്ള കല്ല്. അപ്പൊ അതിനുശേഷം പുരാവസ്തു ഏറ്റെടുത്തിട്ട് മേലത്തെ ഭാഗം മാത്രം ക്ലിയർ ചെയ്യും രീതിയിൽ പിന്നീട് ആക്കിയെടുക്കുകയും ചെയ്തത്. എത്ര ഇത് പഴക്കണ്ടാവോ? ഇത് ഇദ്ദേഹം മരിക്കുന്നത് 1805 നവംബർ 30 അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ ഇതൊരു 19 വർഷത്തോളമായി. 219 2004 ശേഷമാണ് മ്യൂസിയത്തിന്റെ വർക്ക് തുറന്നത്. 2016 പിന്നെ അതിനോട് ചേർന്നിട്ട് വയനാട്ടിലെ ചരിത്രം പറയുന്ന ഒരു മ്യൂസിയം, ഒരു ചെറിയൊരു പാർക്ക് മാത്രമാണ്. നല്ല മഴയുണ്ട് ഗൈസ്. എന്തായാലും ചോർന്നിട്ട് ബാക്കി വീഡിയോ ഞാൻ കാണിച്ചിരുന്നായിരിക്കും.